ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. അപ്പം ഞാൻ വന്നിട്ടുള്ളത് മുട്ടയും ഉരുളക്കിഴങ്ങും വെച്ചിട്ടുള്ള നല്ല അടിപൊളി സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ സ്നാക്സ് റെഡിയാക്കുന്നത് നോക്കിയാലോ. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ ഇതിലേക്കൊരു 1 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ചേർത്തെടുക്കാം. എന്നിട്ട് എണ്ണയിലേക്ക് നമുക്കൊരു 1/4 ടേബിൾ സ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്തെടുക്കാം. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വരുമ്പോൾ പിന്നെ ഇതിലേക്കൊരു പച്ചമുളക് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചതും അതുപോലെ തന്നെ ഒരു ചെറിയ ഉള്ളി ചെറുതായിട്ട് കനം കുറച്ച് കട്ട് ചെയ്ത് വെച്ചതും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഉള്ളി ഒന്ന് സോഫ്റ്റായിട്ട് വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് കാബേജ്, അതുപോലെ തന്നെ കുറച്ച് ക്യാരറ്റ്, കുറച്ച് ക്യാപ്സിക്കം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ച് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ അത് നന്നായിട്ട് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു പിഞ്ച് ഉപ്പും കൂടി ചേർത്തെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഗരം മസാലൻ്റെ പൊടി, പിന്നെ കുറച്ച് മുളക് പൊടി, പിന്നെ ഒരു 1/4 ടേബിൾ സ്പൂണിൻ്റെ അടുത്തായിട്ട് മഞ്ഞൾപ്പൊടി, ഒരു പിഞ്ച് മല്ലിപ്പൊടിയും കൂടി ചേർത്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ മസാലേൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഞാൻ 2 മുട്ടയാണ് ഇട്ടത്, ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ടയാണ് പുഴുങ്ങിയിട്ട്. അപ്പോൾ ഇത് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് നന്നായിട്ട് യോജിപ്പിച്ച് വെച്ചതിന് ശേഷം പിന്നെ ഇതിലേക്ക് 2 ഉരുളക്കിഴങ്ങ് പീങ്ങിയിട്ട് ഉടച്ച് വെച്ചിട്ടുള്ളതാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പിന്നെ ഇതിലേക്കുള്ള മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കുക. നല്ല അടിപൊളിയായിട്ടുള്ള സ്നാക്സാണ് കേട്ടത്. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക കേട്ടോ. അതിന് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാം. അപ്പോൾ മസാല നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ഇപ്പോൾ നല്ലോണം ചൂടാറൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കേണ്ടി ഞാൻ കൈയായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കയ്യിൽ കുറച്ച് ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ആക്കിയതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക കേട്ടോ. ഞാൻ ഈ ഒരു ഷേപ്പിലാണ് റോൾ ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് എല്ലാതും ഇതുപോലെ തന്നെ ഒന്ന് ചെയ്തെടുക്കുക. എല്ലാം ഇതുപോലെ ചെയ്ത് വെച്ചതിന് ശേഷം പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് പാലും കൂടി ചേർക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അതിനുശേഷം കുറച്ച് ബ്രെഡ് പൊടിയും കൂടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഇങ്ങനെ ആക്കി വെച്ചതുണ്ടല്ലോ അതൊക്കെ ഓരോന്നും മുട്ടയിൽ മുക്കിയിട്ട് അതിനുശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞെടുക്കുക കേട്ടോ. എല്ലാം ഇതുപോലെ ചെയ്തെടുക്കാം. ഇങ്ങനെ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ഈ മുട്ടയ്ക്ക് പകരം ചിക്കൻ വെച്ച് ഇത് ചെയ്യാം കേട്ടോ. ചിക്കനും ബീഫൊക്കെ വെച്ചിട്ട് ചെയ്തെടുക്കാം ഇതുപോലെ തന്നെ. അപ്പോൾ ഞാൻ എല്ലാതും ഇതുപോലെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമുക്കൊരു പാന് വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിലോ വെളിച്ചെണ്ണയ്ക്ക് ചേർത്ത് കൊടുക്കട്ടെ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പിന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ടോ. ഹൈ ഫ്ലെയിമിലും ഇടാൻ പറ്റില്ല. ഹൈ ഫ്ലെയിമിലിട്ടാലും ലോ ഫ്ലെയിമിലിട്ടാലും ഇത് പൊട്ടിപ്പോവും കേട്ടോ. അപ്പോൾ അതിൻ്റെ തീ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ ഭാഗം ബ്രൗൺ നിറമാവുന്നത് വരെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. എന്നിട്ടിത് കോരി മാറ്റുക കേട്ടോ. അപ്പോൾ എല്ലാതും ഇതുപോലെ തന്നെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. ട്രൈ ചെയ്തതിന് ശേഷം ഫീഡ്ബാക്ക് പറയാൻ മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവർക്ക് എല്ലാവർക്കും അസ്സലാമു അലൈക്കും.